पियाना संदेशा लाए सावन, तरसाए न एक आंख मुझको भाए सावन, तू जो झूम झूम कर आए, मोरा रोम रोम सिहराए, तू जो झूम झूम कर आए, मोरा रोम रोम सिहराए, जियरा जलाए झुलसाए तेरा क्या जाए सावन, आए ना पियाना संदेशा लाए सावन. യുവജനോത്സവം സീസൺ 3 പവേർഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ്. ഇന്ന് ഞങ്ങൾ തുടരുന്നത് ഇന്നലെ എവിടെയായിരുന്നോ അവിടെ തന്നെയാണ്, മലപ്പുറത്താണ്, രാമപുരത്താണ്, ജെംസ് ആർട്സ് ആൻഡ് സയൻസ് ഓട്ടോണമസ് കോളേജിലാണ്. ഇവിടുത്തെ കുട്ടികൾക്ക് സംസാരിച്ച് തീരുന്നേയില്ല. അപ്പോൾ ഇത് കേൾക്കുന്ന പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാവും ഇത് കുട്ടികളല്ലല്ലോ, ഇവിടെ എന്താ PTA മീറ്റിംഗ് വല്ലതും നടക്കുന്നുണ്ടോ? ഇവർ ഇവിടുത്തെ സ്റ്റുഡൻസ് ആണ്. അതെ, എങ്ങനെ സ്റ്റുഡൻസ് ആയി? ചേച്ചി പറഞ്ഞേ, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെ? രാമപുരം ജെംസ് കോളേജിന്റെ സഹകരണത്തോടെ നമ്മുടെ MLA മങ്കട MLA അലി സർ നമുക്ക് വേണ്ടിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തൊരു സ്കീമാണ് ഞങ്ങളും കോളേജിലേക്ക് എന്നുള്ള ഒരു പദ്ധതി. അതായത് പഠനം പാതി വഴിയിൽ നിർത്തിപ്പോയ എല്ലാ വുമൻസിനും ഇവിടെ ഏജ് ലിമിറ്റ് ആണ്, അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു അവസരമാണ് MLA തന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എല്ലാവരോടും എത്തിയിട്ടുള്ളത്. കേരളത്തിലെ മറ്റെവിടെയും ഇങ്ങനെ ഒരു പദ്ധതി കേട്ടിട്ടില്ല, ഇങ്ങനൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല. ഈ യുവജനോത്സവം കേരളത്തിലെ ഒട്ടുമുക്കാൽ എല്ലാ കോളേജുകളിലും ഞങ്ങൾ പോയിട്ടുണ്ട്, പക്ഷെ അവിടെ ഒന്നും ഇങ്ങനെ മനോഹരമായ ഒരു കാഴ്ച ഞങ്ങൾ കണ്ടിട്ടില്ല. ഇതിലൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, സന്തൂർ ഗ്രാൻഡ്മ, ഞാനൊരു സന്തൂർ ഗ്രാൻഡ്മയാണ്, പക്ഷെ ഞാൻ ഇവിടുത്തെ സ്റ്റുഡന്റ് ആണ് എന്ന് പറഞ്ഞു വന്ന നമ്മുടെ ബേബി മറിയം ചേച്ചി. ബേബി മറിയം പേരാ? ഇത്രയാണോ ഇവിടുത്തെ ഏറ്റവും പ്രായമുള്ള ആൾ? ഇവരുടെ കൂട്ടത്തിലെ ഏറ്റവും സീനിയർ? എത്ര വയസ്സുണ്ട്? എനിക്ക് 54 വയസ്സായി. ഇവിടെ എന്താ പഠിക്കുന്നത്? ഞാനിവിടെ BA സോഷ്യോളജിയാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ചെറുപ്പത്തിൽ +2 പഠിത്തം നിർത്തേണ്ടി വന്നു? അല്ല, ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ ആളാണ്. അതിന് ശേഷം ഞാൻ സയൻസ് ആയിരുന്നു പഠിച്ചിരുന്നത്, BSc സുവോളജി. ഇപ്പൊ എന്താ പഠിക്കുന്നത്? ഇപ്പൊ സോഷ്യോളജി. അന്ന് എങ്ങനെയാ ഈ പഠിത്തം നിന്നുപോയത്? അന്ന് എന്റെ കല്യാണം കഴിഞ്ഞു, അങ്ങനെ കുറച്ച് എക്സാംസ് ഒക്കെ എഴുതാൻ പറ്റിയില്ല, കംപ്ലീറ്റ് ചെയ്തിരുന്നു, പക്ഷെ പാസ്സാവാൻ പറ്റിയിട്ടില്ല. പിന്നെ പലതവണ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം എത്ര വർഷമായി? 10-35 വർഷം കഴിഞ്ഞു. 35 വർഷം. 35 വർഷത്തിനിടയിൽ പല സമയത്ത് ഇങ്ങനെ തോന്നിയിട്ടുണ്ട് വീണ്ടും ഒന്ന് പഠിക്കാൻ പോയിരുന്നെങ്കിൽ. എന്തോ നഷ്ടം എനിക്ക് സംഭവിച്ചു അല്ലേ? തിരിച്ച് വീണ്ടും ക്യാമ്പസിലേക്ക് എത്തുമ്പോ ചേച്ചിക്ക് എന്താ തോന്നണേ? എനിക്ക് എന്റെ പഴയ കാലാണ് ഓർമ്മ വരുന്നത്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് ചേർന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഈ കോളേജിൽ വന്നപ്പോ വീണ്ടും ചെറുപ്പമായി. പിന്നെ അതല്ല, എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഞാൻ നന്നായിട്ട് ഉപയോഗിച്ചു. നന്നായി പഠിക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നന്നായി പഠിക്കാൻ പറ്റുന്നുണ്ടോ? എന്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, നല്ല മാർക്കോടെ പാസ്സാവണമെന്നാണ് എനിക്ക് ആഗ്രഹം. എത്ര ദിവസം നിങ്ങൾക്ക് ക്ലാസ്? ആഴ്ചയിൽ 2 ദിവസമാണ് ഞങ്ങൾക്ക് ക്ലാസ്. പിന്നെ നമ്മൾ വീട്ടിലിരുന്നിട്ട് നന്നായിട്ട് ഹോംവർക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മക്കളുടെയും കൊച്ചുമക്കളുടെയും കാര്യം നോക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഹോംവർക്ക് ചെയ്യാനാണ് സമയം അല്ലേ? ഞാനും എന്റെ കൊച്ചുമകനും ഒരുമിച്ചിരുന്നിട്ടാണ് പഠിക്കാറ്. അതാണ് മെയിൻ ചോദ്യം. ഈ മക്കളുടെയും കൊച്ചുമക്കളുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാ? നല്ല സപ്പോർട്ട്. എന്റെ മകളാണ് എനിക്ക് പ്രോജക്റ്റിനെ പറ്റിയിട്ട്, നമ്മുടെ MLA പ്രോജക്റ്റിനെ പറ്റി പറഞ്ഞു തന്നിട്ടുള്ളത്. അവളെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ചേർന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, പണ്ടൊക്കെ നമുക്ക് ചേച്ചി പോയിട്ടുണ്ടാവുക മകളുടെ പാരന്റ് ആയിട്ടാ, ഇപ്പൊ മകളാണോ രക്ഷിതാവായിട്ട് വരേണ്ടി വരുന്നത്? ഞാൻ പറയാറുണ്ട് അവളോട്, നിന്നെയാണ് ഞാൻ രക്ഷിതാവായിട്ട് കൊണ്ട്. എന്റെ ഹസ്ബൻഡ് എബ്രോഡാണ്, അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ഗാർഡിയൻ ആയിട്ട് നിന്നെയാണ് ഞാൻ വിളിക്കാൻ. കൊച്ചുമക്കളെ കളിയാക്കുവോ? അവൻ സപ്പോർട്ടാണ് എനിക്ക്. എനിക്ക് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഒരു പേപ്പർ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അവന് ഉമ്മച്ചിനെ ഞാൻ പഠിപ്പിച്ചു തരാന്ന് അവൻ പറയാ. അപ്പൊ കൊച്ചുമകൻ എത്ര പ്രായമുണ്ട്? അവന് 8 വയസ്സായിട്ടുള്ളൂ. പക്ഷെ അവര് CBSE സിലബസ് നന്നായിട്ട് പഠിക്കുന്നുണ്ട്, കമ്പ്യൂട്ടറൊക്കെ കുറച്ചൊക്കെ അറിയാം. അപ്പൊ അവൻ എന്നെ പഠിപ്പിച്ചു തരാം, ചെറുതായിട്ടൊക്കെ അവൻ ഹെൽപ്പ് ചെയ്ത് തരാന്ന് പറയും എന്നോട്. അല്ല, ഇങ്ങനെ ഒരു പുതിയ ക്യാമ്പസിലേക്ക് വരുന്ന സമയത്തെ അപ്പൊ ഇവിടെ ഉള്ള ആളുകൾ എന്ന് പറഞ്ഞ കുട്ടികൾ നിങ്ങളുടെയൊക്കെ മക്കളുടെ പ്രായം അല്ലെങ്കിൽ മക്കളുടെ പ്രായമൊക്കെ ഉള്ള ആളുകളൊക്കെയാണ് ഇപ്പൊ ഈ കൂടെ ഇരിക്കുന്നത്, ഈ കാണുന്ന കുട്ടികളൊക്കെ. അതുപോലെ പഠിപ്പിക്കാൻ വരുന്ന ടീച്ചേഴ്സ് ചിലപ്പോൾ നമ്മളെക്കാളൊക്കെ ഒരുപാട് പ്രായത്തിൽ ഇളയതായിരിക്കും. അപ്പൊ ഇവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാ? ഞങ്ങളും കുട്ടികളുടെ അതേപോലെ ആവല്ലേ? ഞങ്ങളും അതുപോലെ തന്നെയാണ്. അതുപോലെ ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ പിന്നെ ഇവിടെ എടുക്കുന്ന ഈ റെഗുലർ സ്റ്റുഡൻസിന് എടുക്കുന്ന അതേ ടീച്ചേഴ്സാണ് ഞങ്ങൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ അവരുടെ മുന്നിൽ അവര് ആ കുട്ടികളെ കാണുന്ന അതേ ഫീൽ തന്നെയാണ് ഞങ്ങളെയും കാണുന്നത്. കുഞ്ഞുമായി പഠിക്കാൻ വന്ന ഒരാൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇവന്റെ പേര് ആദം. ഞാൻ നേരത്തെ പോയി പരിചയപ്പെട്ടു. ചേച്ചി, എങ്ങനെ തോന്നുന്നു, എന്ത് തോന്നുന്നു വീണ്ടും ക്യാമ്പസിലേക്ക് എത്തിയപ്പോ? സന്തോഷം. ഇവനെ കൂട്ടിയാണോ ക്യാമ്പസിലേക്ക് വരാറുള്ളത്? അതെ. ഇവ എങ്ങനെയാണ് പഠിക്കാനൊക്കെ സമ്മതിക്കുക? വികൃതിയാണോ? അലമ്പൊന്നുമില്ല.
വീട്ടിലാരൊക്കെയുണ്ട്? എപ്പോ വെച്ചിട്ടാ പഠനം നിർത്തേണ്ട ഒരു സാഹചര്യം എന്തായിരുന്നു? ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു. പ്രഗ്നന്റ് ആയപ്പോൾ ഡ്രോപ്പ് ചെയ്ത് 13 വർഷത്തിന് ശേഷം വീണ്ടും മടങ്ങി വന്നു. അപ്പൊ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ? വീട്ടിലെ കാര്യങ്ങള് ഇവിടെ വീട്ടിൽ ഞാൻ ഒറ്റക്ക് നോക്കണു, ഇവിടെ ടീച്ചേഴ്സ് നോക്കണു, കുട്ടി. അതിന് മുന്നേ നേരത്തെ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. ഒരുപാട് അമ്മമാരുണ്ടല്ലേ? അതെ അതെ, ഒരുപാട് അമ്മമാരുണ്ട് ഇപ്പൊ ഇവനെന്ന്. ഇവൻ ഒരുപാട് അമ്മമാര് എല്ലാവരുടെയും മാത്രമല്ല, ചോക്ലേറ്റില് പ്രത്യേകിച്ച് എന്ന് പറയുമ്പോ ഇവൻ മാത്രമുള്ള ആൺകുട്ടി. ഞങ്ങൾ എല്ലാരും പെൺകുട്ടികളാണ്. എടാ മോനെ, ഇവൻ ആ റേഞ്ച് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടല്ലോ, കുറച്ച് വലുതാണ്. അതിന്റെ ജാടകൊന്നും അവനില്ല. ആ വിനയം കണ്ടില്ലേ, മുഖത്തെ പുച്ഛവും വിനയവും. ഭാര്യ വെതറ. അപ്പൊ നിങ്ങളൊക്കെ പണ്ടത്തെ ആ ഒരു ക്യാമ്പസ്, നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്യാമ്പസ് ആയിരിക്കും. അപ്പൊ ഇന്നത്തെ ഒരു ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ 2025 ക്യാമ്പസ്, ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താ? അന്നത്തെ ആ ഒരു മൂഡ് എന്താണ്, ഇന്നത്തെ ഒരു മൂഡ് എന്താണ്? അന്നത്തെ കുട്ടികൾ എങ്ങനെയായിരുന്നു, ഇന്നത്തെ കുട്ടികൾ എങ്ങനെയാണ്? അന്ന് മിംഗ്ലിംഗ് ഒക്കെ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര റെസ്പെക്ട് ആയിരുന്നു. അവിടെ കാണുമ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ ഭയങ്കര റെസ്പെക്ട് അങ്ങനെ ആയിരുന്നു. കൈകൂപ്പി നിൽക്കുമായിരുന്നു. ഇന്ന് റെസ്പെക്ട് കൈകൂപ്പി നിൽക്കുന്നല്ല, നല്ല തോളിൽ കൈയിട്ട പോലെ നല്ല ഫ്രണ്ട്ലിയാണ് ഫ്രണ്ട്ലിയായി മാറിയിട്ടുണ്ട്. നമുക്ക് എന്തും ഡിസ്കസ് ചെയ്യാം ടീച്ചേഴ്സിനോട്. ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് പണ്ടും വേണമായിരുന്നു ടീച്ചേഴ്സുമായിട്ട് എന്ന് തോന്നുന്നുണ്ടോ? ഓഫ് കോഴ്സ്. പിന്നെ നമ്മൾ ഒന്നുകൂടി ഫ്രീ ആവുമായിരുന്നു ടീച്ചേഴ്സിന്റെ അടുത്ത്. മക്കളെ ഇടയിൽ തള്ള വൈബായത്. ഇപ്പൊ ഞങ്ങൾ ന്യൂജൻ സ്റ്റുഡൻസ് ആയി. അല്ല, ഇപ്പൊ ആരെങ്കിലും ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ കുട്ടികൾ ആരെങ്കിലും കളിയാക്കാറുണ്ടോ? ഈ തള്ള വൈബ് എന്ന് വിളിച്ചിട്ട് കളിയാക്കാറുണ്ട്? ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയാ? ഇവിടെ എങ്ങനെയാ, നല്ല റെസ്പെക്ട് ആണോ? തീർച്ചയായിട്ടും നല്ല റെസ്പെക്ട് ആയിട്ടാണ്. ഇതൊരു ഒരു ഞങ്ങൾ വിചാരിച്ചിരുന്നു ഇവരെ അടിക്ക് ഞങ്ങൾ വന്നാല് ചിലപ്പോ ഈ തള്ള വൈബ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമെന്ന്. പക്ഷെ അങ്ങനത്തെ ഒന്നുമില്ല. അല്ല, ഇപ്പോഴത്തെ കുട്ടികളെ കുറിച്ചിട്ട് ആളുകൾക്ക് പൊതുവെ കുറേ അധികം തെറ്റിദ്ധാരണകളുണ്ട്. ഇവരെല്ലാം മഹാ അലമ്പാണ്, ഒരു ബഹുമാനമില്ല, റെസ്പെക്ട് ഇല്ല, ഒരു കൂട്ടുകൂടാൻ കൊള്ളാത്ത ആൾക്കാരാണ്. അങ്ങനെ കുറേ ആളുകളെങ്കിലും ഞങ്ങൾക്ക് പല ക്യാമ്പസിലും പറയാറുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യം എന്താ? ഞങ്ങൾക്ക് അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോ എന്ത് തോന്നി? വളരെ സന്തോഷം. നമ്മളിങ്ങനെ കോളേജ് വന്ന് പഠിക്കാൻ കഴിയുന്ന സ്വപ്നത്തിൽ പോലും കരുതാത്തൊരു കാര്യമാണ്. വീട്ടില് മക്കളൊക്കെ നല്ല സപ്പോർട്ട് തന്നെയാണ്. സാധാരണ നമ്മൾ മക്കൾക്ക് തന്നെ ഒരുക്കി കൊടുക്കാൻ നമ്മൾ വീട്ടിൽ കൂടെ അങ്ങനെയല്ല. ഇപ്പം മക്കൾക്കുള്ള ടിഫിനും അവർക്കുള്ളതും ഒരുക്കും, അതിന് കൂടെ നമുക്കും ടിഫിനും ഒരുക്കും. അതേപോലെ മക്കളെ വിടും, മക്കളെ ബാക്കിൽ നമ്മളും പോരും. മക്കൾ ഹാപ്പിയാണ്, നമ്മളും ഹാപ്പിയാണ്. വേറൊരു കാര്യം കൂടി അറിഞ്ഞു. കഴിഞ്ഞ വർഷം ഇവിടെ ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് നേടിയത് ഇവിടെയുള്ള സ്റ്റുഡൻസിനെ പോലും പൊട്ടിച്ച് നിങ്ങളാണ് ഫസ്റ്റ് നേടിയത്. അതിന്റെ ലീഡറാണോ ഈ നിൽക്കുന്നത്? എല്ലാ തരത്തിലും ബേബി മറിയം ഇത്ത ലീഡറാണ്. ഫുഡ് ഫെസ്റ്റിന്റെ ഒരു ലീഡർഷിപ്പിലേക്ക് വന്നത് എങ്ങനെയാ? ഞാൻ എല്ലാരെയും പോലെ ഞാൻ പങ്കെടുത്താണ്. എനിക്ക് എന്റെ പാഷനാണ് കുക്കിംഗ്. ഈ കുട്ടികളെ എങ്ങനെയാ തോപ്പിച്ചത്? എന്താ ഉണ്ടാക്കിയത്? ഞാൻ 4-5 ഐറ്റം ഉണ്ടാക്കിയിരുന്നു. അതിൽ ഇവരെ ജഡ്ജസ് സെലക്ട് ചെയ്തത് കൂന്തൽ നിറച്ചതായിരുന്നു. കൂന്തൽ നിറച്ചത്. ബേബി മറിയം ചേച്ചി കുറച്ച് സ്നേഹം കൂടെ വാരി വെതറിയായിരുന്നു അതിന്റെ കൂടെ, അല്ലേ? എന്തായാലും കുട്ടികളെ തോപ്പിച്ച് ഫസ്റ്റ് അടിച്ചു. ഇഷ്ടമാണ്. ഞാനൊരു ചാനലും കൂടി കൊണ്ടുപോകുന്നുണ്ട്. യൂട്യൂബറാണ്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ യൂട്യൂബ് ചാനലിന്റെ പേരെന്ന് പറഞ്ഞേ? BB വേൾഡ്. എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി? സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവാണ്, ഒരു 6000 ഒക്കെ ആയിട്ടുള്ളൂ. 6000 ആയി? 6000 സബ്സ്ക്രൈബേഴ്സ്. ഞാൻ 5 വർഷമായി തുടങ്ങിയിട്ട്. എന്താ മെയിൻ കണ്ടന്റ് എന്താ? കുക്കിംഗ് തന്നെ നമ്മളൊരു ജോലി അതാണല്ലോ. ഒരു കാര്യം ചെയ്താ പ്രേക്ഷകർ കണ്ടോണ്ടിരിക്കുക, അവരോട് മറ്റേ സാധനം പറ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറഞ്ഞോ ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. എന്റെ ചാനലിന്റെ പേര് BB വേൾഡ്. എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇത് കാണുന്ന ആളുകളോട്, ഈ പ്രായത്തിന്റെ പേരിൽ മാറി നിൽക്കുന്ന ആളുകൾ, പല ഏരിയയിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളുണ്ട്. ഇതിപ്പോ യൂട്യൂബറാണ്, പഠിക്കുന്നുണ്ട്, കുടുംബം നോക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മടിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? മടിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ഓരോ ഏജിൽ നമ്മൾ, പ്രത്യേകിച്ച് സ്ത്രീകളാകുമ്പോൾ നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഓരോ കാര്യത്തിലേക്ക് എൻഗേജ് ആവാൻ വേണ്ടത്. വെറുതെ ആലോചിച്ച് വീട്ടിലിരിക്കാതെ ഞാൻ എങ്ങനെ ഓരോ ഏജിൽ, എന്റെ മോനാണ് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നത്. അവനാണ് എന്നെ എഡിറ്റിംഗ് പഠിപ്പിച്ചത്. ഞാൻ നന്നായിട്ട് വീഡിയോസ് എടുക്കും. അപ്പൊ അവൻ എന്നെ എഡിറ്റിംഗ് പഠിപ്പിച്ചു തന്നു. ഈ ഇത് വന്നപ്പോ എന്റെ മോളാണ് എന്നെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ വെറുതെ ഇരിക്കാൻ എനിക്ക് അത്ര ഒരു ഇഷ്ടമല്ല. എന്തെങ്കിലും ഒന്ന് ചെയ്തോണ്ടിരിക്കുന്ന കട്ട സപ്പോർട്ടാണ്. ഉള്ളതിൽ ചെറുപ്പമാണെന്ന് തോന്നുന്നല്ലേ? ഈ കൂട്ടത്തിലെ ചെറുപ്പക്കാരിയാണ്. എന്ത് സാഹചര്യത്തിലാണ് പഠനം നിർത്തേണ്ടി വന്നേ? അത് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കല്യാണം കഴിഞ്ഞ് അങ്ങനെ പ്രഗ്നന്റ് ആയപ്പോൾ നിർത്തിയതാണ്. ഈ പൊതുവിൽ നമ്മൾ കേട്ടുവരുന്ന ഒരു സാഹചര്യം, കല്യാണം കഴിയുന്നു, പ്രഗ്നന്റ് ആവുന്നു, പഠനം നിർത്തേണ്ടി വരുന്നു. ശരിക്കും അതൊരു എക്സ്ക്യൂസ് ആയി നമ്മൾ എടുക്കേണ്ടതുണ്ടോ? ശരിക്കും എടുക്കേണ്ടതില്ല. പക്ഷെ എനിക്ക് ഫിസിക്കലി ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ എനിക്ക് മുന്നോട്ട് പിന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല. ഹസ്ബൻഡ് എങ്ങനെയാ, സപ്പോർട്ടാണോ? ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കാൻ തന്നെ കാരണം അദ്ദേഹമാണ്. എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ ഇതിന്റെ മുന്നേ TTC ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ സ്കൂളിൽ
ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവർ പറഞ്ഞു ഡിഗ്രി ഇല്ലല്ലേ എന്ന് ചോദിച്ചു. ആ ഒരു ചോദ്യം എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചതാണ് ഡിഗ്രി എടുക്കണം എന്ന്. വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, മിഴിനേരമെന്തിനു തേങ്ങി നിലാവിൽ വിരഹമിന്നാരോ മയങ്ങി, പുലരിതൻ ചുംബന കുങ്കുമമല്ലി ഋതുനന്ദിനിയാക്കി, അവളെ പനി നിർമ്മലരാക്കി. आजा बलम परदेसी, नैना 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 मोरे, काले बादल बरस യുവജനോത്സവം സീസൺ 3 പവർഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസ് ഈസ് സ്വിച്ചിങ് ടു വാട്സ്ആപ്പ് സെഗ്മെന്റ്. ഷിഹാസെ, എന്താ നമ്മുടെ ഇത്തവണത്തെ ചോദ്യം? യെസ്, അപ്പോൾ ഇന്നത്തെ വാട്സ്ആപ്പ് സെഗ്മെന്റിലെ ചോദ്യം ഇതാണ്. പലസ്തീനിൽ നടക്കുന്നത്, ഗസയിൽ നടക്കുന്നത് ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയാണോ കൂട്ടക്കുരുതിയാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആണെന്നുള്ളവർക്ക് ലൈക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. യെസ്, അപ്പോൾ 100% കുട്ടികളും പറയുന്നു ഗസയിൽ നടക്കുന്നത് കൂട്ടക്കുരുതിയാണ്, വംശഹത്യയാണ്. എന്താണ് ഇവിടുത്തെ ഗസയെ കുറിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അവിടുന്ന് പുറത്തു വരുന്ന വാർത്തകൾ അറിയാറുണ്ടോ? അവിടെ നടക്കുന്ന ഇപ്പോൾ 10,000-കണക്കിന് മനുഷ്യരാണ്, 65,000 70,000 പേരാണ് മരിച്ചത്. അതിൽ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളാണ് കൂടുതലും, അതിൽ തന്നെ പട്ടിണി കിടന്നിട്ടാണ് മരണം. ഇസ്രായേൽ എന്താണ് ഗസയിൽ നടത്തുന്നത്? എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഏകദേശം 700-ലധികം ദിവസമായി ഇത് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ലോക രാജ്യങ്ങൾ മുഴുവൻ ഇത്രയും കാലം ഇസ്രായേലിനെ അനുകൂലിച്ചിരുന്ന രാജ്യങ്ങളടക്കം ഇന്ന് വംശഹത്യയാണെന്ന് പറഞ്ഞ് ഇസ്രായേലിന് മുഖം തിരിച്ചു നിൽക്കുമ്പോഴും UN ഇടപെടുന്നില്ല. ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ, ഇസ്രായേലിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടുമായിട്ട് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കാനുള്ള ഒരു ധൈര്യം ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന് എവിടെ നിന്നാണ് കിട്ടുന്നത്? നെതന്യാഹുവിന്റെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത് US ആണ്. അവരെന്ത് ചെയ്താലും US ഒപ്പം നിൽക്കുന്നുള്ള ഒരു ധൈര്യം കൊണ്ടാണ്. പ്രത്യേകിച്ച് ട്രംപ് വേൾഡ് വാർ 2ന്റെ സമയത്ത് ഇസ്രായേൽ ഒരു കൂടി കയറി വന്നാണ് ഫലസ്തീനിലേക്ക്. പിന്നീട് അവിടെ ജെറൂസലേം എന്ന് പറഞ്ഞാൽ അവർക്ക് പുണ്യമാക്കപ്പെട്ട ആ സ്ഥലത്തിന്റെ ഒരു ഓണർഷിപ്പിന്റെ പേരിലാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം നടക്കുന്നത്. അതായത് തന്നെ ഈ ഒരു സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ഇവരെ, ജൂത ഇസ്രായേലരും അത് അറബ് പലസ്തീൻ എന്ന രീതിയിൽ ഇസ്രായേലിനെ രണ്ടാക്കി തരംതിരിച്ച സമയത്ത് പോലും ഈ ജെറൂസലം എന്താണ് ഒരു UN-ന്റെ കീഴിലുള്ള ഒരു ഇന്റർനാഷണൽ സോണായിട്ട് കീപ്പ് ചെയ്ത സമയത്ത് പല അറബ് രാഷ്ട്രങ്ങളാണ് അതിനാദ്യം ഒപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഇതിൻ്റെ കോൺഫ്ലിക്റ്റ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെതിരെ ഇസ്രായേൽ ഒരു പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയായിരുന്നു. ഇത്തരത്തിൽ ഈ ഒരു യുദ്ധത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോഴും നെതന്യാഹുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. എൻ്റെ ഒരു ഇതിൽ കാഴ്ചപ്പാടിൽ ഇവർ ഒരിക്കലും ഈ ഒരു യുദ്ധം അവസാനിക്കില്ല. അവർക്ക് അതിനോടുള്ള ഒരു ആർത്തി കൂടാണ്. കുറേ രാജ്യങ്ങൾ അവർക്ക് പറ്റിപ്പിടിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ഇപ്പം കറൻ്റ്ലി വന്നിട്ട് ഖത്തറിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ചെറുതായി ഒരു ഇസ്രായേൽ അറ്റാക്ക് നടന്നു. അതെ, അവിടെ ഖത്തറിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ അറേബ്യൻ കൺട്രീസ് ഉണ്ടെങ്കിൽ പോലും ഒരു 100-something കൺട്രീസ് ആണ് ഇപ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇതൊരിക്കലും അവസാനിക്കുന്നില്ല. എന്താണ് ഇവരൊരു ആഗ്രഹം എന്താന്ന് വെച്ചാൽ ഈ അറേബ്യൻ കൺട്രീസ് മൊത്തത്തിൽ കയ്യിലാക്കണം എന്നുള്ളതാണ്. ഈ പലസ്തീനിലെ അവസാനത്തെ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ കുഞ്ഞിനെ കൂടെ കൊന്നു തള്ളുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അത് ശരിക്കും ഒരു ഭീകരാവസ്ഥ തന്നെയല്ലേ? ശരിക്കും അതൊരു ഭീകരാവസ്ഥ തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കുഞ്ഞുങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ തലമുറയെ നിലനിർത്താനാണ്.
പക്ഷെ അവിടെ എന്ന് വെച്ചാൽ ആ ഒരു അവസാനത്തെ കുഞ്ഞ് മരിക്കുന്നതോടുകൂടി ഫലസ്തീൻ ഇല്ലാതാവുകയാണ്. അതിനുശേഷം വേണം ബെഞ്ചമിൻ നെതന്യാഹുവിന് പുതിയൊരു നഗരം കെട്ടിപ്പടുക്കാൻ എന്നാണ് പറയുന്നത്. അവിടെ ആ ഒരു ഫലസ്തീൻ അവർക്ക് കീഴടക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് അവർ അവിടെ അത്രയും ഹേർട്ട്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത്. ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്ന കാര്യം എന്ന് പറയുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം റിവീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, ന്യൂ മിഡിൽ ഈസ്റ്റ് എന്നുള്ളൊരു ആശയം. സൗദി അറേബ്യയും ജോർദാനും ഗോലാൻ കുന്നുകളും അതുപോലെ തന്നെ ഈജിപ്തിൻ്റെ ഭാഗങ്ങളും ഒക്കെ യമനൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഭാഗം ന്യൂ മിഡിൽ ഈസ്റ്റ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇന്നലെ വന്നൊരു പ്രസ്താവനയാണ് ഇസ്രായേലിൻ്റെ പടിഞ്ഞാറേ അറ്റത്ത് ഫലസ്തീൻ എന്നൊരു രാഷ്ട്രം ഉണ്ടാവില്ല എന്നുള്ളത്. നെതന്യാഹുവിൻ്റെ ഒരു ട്വീറ്റാണ്. അത് ഗാസ മാത്രമല്ല, അദ്ദേഹം സ്വതന്ത്ര ഫലസ്തീൻ അംഗീകരിക്കുന്ന രാഷ്ട്രങ്ങളെ കൃത്യമായിട്ട് ഭീഷണിപ്പെടുത്തുന്നു. അതെ, തീർച്ചയായും സ്വതന്ത്ര ഫലസ്തീനെ അംഗീകരിക്കുന്ന രാജ്യങ്ങൾ ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇമ്മാനുവൽ മക്രോൺ അടക്കമുള്ള ഫ്രാൻസ് പോലത്തെ വലിയ വലിയ രാജ്യങ്ങൾ മുന്നോട്ട് വന്നു. അതായത് നമ്മൾ ടെററിസത്തിനെ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, പക്ഷേ അവിടെ ഒരു റെസിസ്റ്റൻസ് ആണ് ഹമാസ് എന്നുള്ള ഒരു ഗ്രൂപ്പ് അവിടെ കൊണ്ടുവരുന്നത്. കാരണം ചെറുപ്പം മുതലേ കണ്ടുകൊണ്ടിരിക്കുക, അത് ആ ജീവിതത്തിൻ്റെ ഹാർഷായിട്ടുള്ള ട്രൂത്തുകളിലൂടെ വളർന്നു വരികയാണ്. അങ്ങനെയാണ് അവർ ഫൈറ്റേഴ്സായിട്ട് മാറുന്നത്. ബേസിക്കലി അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു അറ്റാക്ക് 2 വർഷത്തോളമായിട്ട് അവിടെ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിലെ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇസ്രായേൽ ഹാസ് ഓൾ ദ റൈറ്റ് ടു ഡിഫെൻഡ് ഇറ്റ്സെൽഫ് എന്നാണ്. അതായത് ആ ഒരു ഇൻസിഡൻറ്റ് പേരിൽ ഇത്രയും നിങ്ങൾ പറഞ്ഞു 65,000 പേരെ ചുട്ടുകൊന്നു. ദാറ്റ്സ് ഇറ്റ്. അതാണ് അവിടെ ഒരു ജനസൈഡ് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഹോളോകോസ്റ്റിനേക്കാൾ ഭീകരതയിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാൻ പോകുന്നതുമായിട്ടുള്ളൊരു ഇൻസിഡൻ്റാണ് ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. US-ൻ്റെ ആശയങ്ങൾ പണ്ട് മുതലേ ഇസ്രായേലിനൊപ്പമാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ചർച്ചകൾക്കെല്ലാം മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഖത്തർ, ഈജിപ്ത്. അപ്പോൾ ഇതേ ഖത്തറിൽ ഹമാസിൻ്റെ നേതാക്കൾ വന്നു, അവരെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ദോഹ, ഖത്തറിൻ്റെ തലസ്ഥാനമാണ് ദോഹ, അവിടെ ഇങ്ങനെ ഒരു ബോംബിംഗ് നടത്തുന്നു. അപ്പോൾ പ്രകോപനം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നെതന്യാഹു. ഈ യുദ്ധം അവസാനിപ്പിക്കാൻ അദ്ദേഹത്തിന് ഉദ്ദേശമേ ഇല്ലെന്നുള്ളതാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഇത് അവസാനിക്കില്ല. അത് അവിടെ കൊന്നൊടുങ്ങി ഒരു വ്യക്തി പോലും ഇല്ലാതെ ക്ലീൻ ചെയ്താലേ അവസാനിക്കുമെന്നാണ് എൻ്റെ ഒരു പറയാനുള്ളത്. ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഖത്തറിലെ യുദ്ധത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ജൂൺ 23 നൈറ്റ് ഞാൻ ഖത്തറിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ ആ ടൈമിൽ റൂമിലിരിക്കുന്ന സമയത്ത് വിൻഡോ സൈഡിലൂടെ ലൈറ്റ്സ് പോലെ, അതായത് ഫയർ വർക്ക്സ് ഒക്കെ പോലെ ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ എൻ്റെ സിസ്റ്ററിനെ വിളിച്ചു, നോക്കാതെ എന്താ ഫയർ വർക്ക്സ് പോലെ ഉണ്ടല്ലോ പറഞ്ഞു. ആ സമയത്ത് ആ ഒരു കാഴ്ച കാണുന്നതിൻ്റെ കുറച്ചൊരു 15-10 മിനിറ്റിന് മുൻപ് ഖത്തർ എല്ലാവിധ ഈ എയർപ്ലെയിൻ ട്രാവലും കാര്യങ്ങളൊക്കെ നിർത്തി വെച്ചു എന്നുള്ളൊരു ന്യൂസ് കേട്ടിരുന്നു. അതിനുശേഷം ഞാൻ അയ്യോ ഇനി നാട്ടിൽ പോകാൻ ഇങ്ങനെ പറ്റുക, കോളേജ് തുടങ്ങിയല്ലോ എന്നൊക്കെ ഇങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ മൊബൈലിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. ഞാൻ അപ്പോൾ ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫലസ്തീനിലെ കുട്ടികളെ അവസ്ഥകൾ മൊബൈൽ ഫോണിൽ കണ്ടിട്ട് കരഞ്ഞവരുണ്ട്. പക്ഷേ ഞാൻ നേരിൽ കാണാൻ പറ്റും എനിക്ക് ഇങ്ങനെ വരുന്നത്. ആ ഒരു സമയത്ത് ഞാൻ ആലോചിച്ചു, റബ്ബേ എൻ്റെ ജീവിതം കഴിഞ്ഞോ? അപ്പോൾ ആ ഫലസ്തീനിലെ കുട്ടികൾ അവർക്ക് അറിയാം അത് എൻ്റെ ഇവിടെ പതിക്കും, ഞാൻ തീർന്നു എന്നുള്ളത്. എനിക്കറിയാം. റിയൽ ആയിട്ട് ഞാൻ ബോംബ് അത് വരുന്നത് കണ്ടു. അതിൻ്റെ സ്മെല്ല് ആ ഒരു വരുന്ന സമയത്ത് എത്രയോ ദൂരെ നിന്നാണ് വരുന്നത്, പക്ഷേ അതിൻ്റെ ആ ഒരു സ്മെല്ല്, അതുപോലെ തന്നെ അത് വരുന്ന സമയത്ത് പൊട്ടുന്ന ആ ഒരു സൗണ്ട്, ആ വിൻഡോ മൊത്തം ഷെയ്ക്ക് ആവുന്നത് റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു കസിൻ ബ്രദർ, അവൻ ഒരു ദിവസം മിണ്ടുന്നില്ല, ആരെടുത്തും മിണ്ടുന്നില്ല, ഷോക്കായിട്ട് ഒരു ട്രോമയിലേക്ക് പോയി. ഒരു ദിവസം അവന് ഞങ്ങൾ പേടിച്ചിരുന്നു അവൻ ഇങ്ങനെ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത്. പക്ഷെ നമ്മളത് ഇങ്ങനെയൊക്കെ ചില്ലാക്കി എടുത്തു, അത് ഇതാക്കി. ഇപ്പോൾ ഓക്കെയാണ്. ഖത്തർ എന്ന് പറയുന്നത് ആക്ച്വലി എൻ്റെ ഒരു ഹോം ടൗൺ ആണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു സ്ഥലമാണ്. അപ്പോൾ അത്രയും അവിടെ തന്നെ അടുത്ത് ഉള്ള പോലെ ആ ഒരു ഇൻസിഡൻറ്റ് അടുത്തുള്ള പോലെ തന്നെ എനിക്ക് അതിങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാനിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരൊരിക്കലും ഇത് അവസാനിക്കില്ല. ഇവർക്ക് മൊത്തമായി അറേബ്യൻ കൺട്രീസ് കോൺക്കർ ചെയ്യണം എന്ന് തന്നെയാണ്. ഇത് ഈ ഒരു ലോകാവസാനം വരെ ഇവർക്ക് ഇതിനുള്ള ഒരു ഇതിലാണ് കാണുന്നത്. അപ്പം ഞാൻ ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും സാക്രിഫൈസ് ചെയ്യുന്ന കുറേ ലൈഫ്സ്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ഇനിയും സംസാരിക്കുക. ദർ ആർ മെനി പ്ലാറ്റ്ഫോംസ് to speak against Israel. ഷിയാസേ, അപ്പൊ നമ്മുടെ ജെംസ് കോളേജിലെ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഒരുപാട് വിഷയങ്ങളെ പറ്റി ചർച്ച ചെയ്തു. കുട്ടികളെല്ലാം നന്നായി തന്നെ പ്രതികരിച്ചു. നല്ലൊരു ചർച്ചയായിരുന്നു. അപ്പോ യുവജനോത്സവം സീസൺ 3 പവർഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ മലപ്പുറം രാമപുരത്തെ ജെംസ് കോളേജിന് നന്ദി. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.
से तौबा दिलाएगी तू